ഇപ്പൊ ഈ പ്രൊഫഷണൽ ജോബ് വരെ ആൾക്കാർ വേണ്ടാന്ന് വെച്ചിട്ട് യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അത്രയും ഇതായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, യൂട്യൂബ് ഒരു സുപ്രഭാതത്തിൽ നിർത്തിപ്പോയാല് എന്ത് ചെയ്യും? ഞാനിപ്പോ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടും ജീവിക്കും ഗൈസ്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നമുക്ക് എന്താ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ കുറെ നാൾ മുന്നേ വരെ എന്റെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ പറയും ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്, പക്ഷെ ഞാൻ പോവില്ല. അതെന്താ? എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ് ഇഷ്ടം. എനിത്തിങ് റിലേറ്റഡ് ടു ക്രിയേറ്റീവ്, മനസ്സിലായി? അങ്ങനെ എന്തെങ്കിലും ഞാൻ റിയലൈസ് എന്ന് വെച്ചാൽ എനിക്ക് ആ സൈഡിലേക്ക് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് ഇൻഫോ പാർക്കില്. അപ്പൊ എനിക്ക് ആ ഒരു ഓഫീസ് ജോബ് ആ ഒരു ടൈം എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാൻ ഇത്രയും നാളെ പറയുമായിരുന്നു MBA പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പൊ അതുപോലെ ആയിരിക്കുമ്പോ ഞാൻ ആ പണിക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഇപ്പൊ യൂട്യൂബ് പോയാൽ നമുക്ക് എത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതെ, അതുണ്ടല്ലോ. അല്ല, MBA ശരിക്കും അങ്ങനെ ഇഷ്ടമായിട്ട് പഠിച്ചാണോ അതോ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുക, അങ്ങനെയാണോ? എന്നെ പഠിപ്പിച്ചത് കല്യാണം കഴിപ്പിക്കാനാ. അപ്പൊ നമ്മൾ ആ കല്യാണത്തിന് മാർക്കറ്റിൽ നല്ല വില ഉണ്ടാവാൻ വേണ്ടി നമ്മൾ MBA പഠിച്ചത്. ഒരു ടൈം പീരീഡ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നേരെ കല്യാണം. പക്ഷെ ഇപ്പൊ അതൊക്കെ ഭയങ്കര ചേഞ്ച്. നമ്മളൊക്കെ ആ സമയത്ത് കുറച്ച് ചിന്തിക്കാനുള്ള ചിന്താശക്തി ഒരു സമയം കോളേജ് കഴിഞ്ഞാല് കല്യാണം കഴിക്കുക, അങ്ങനെയായിരുന്നു ഒരു കാലം വരെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എനിക്കും അറിയില്ലായിരുന്നു, നമുക്ക് അങ്ങനെ വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ MBA പഠിക്കാൻ വേണ്ടി പറഞ്ഞ MBA പഠിച്ചു, അത്ര തന്നെ. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ ദൈവമേ ഞാൻ എന്തിനീ പണിക്ക് വേണ്ടി ഞാൻ എന്നെ പറഞ്ഞു ഹസ്ബൻഡ് അടുത്ത് കല്യാണം കഴിക്കണേ മുന്നേ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ്, ഞാൻ പണിക്ക് പോകില്ല. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അത് എൻജോയ് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഓഫീസ് ഭയങ്കര അടിപൊളിയായിരുന്നു, എല്ലാം യങ്സ്റ്റേഴ്സ് ആയിരുന്നു, നമുക്കൊരു കോളേജിൽ പോണ ഒരു ഫീൽ തന്നെയായിരുന്നു. ബട്ട് ആ ജോലി എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ യൂട്യൂബിലേക്ക് ആവില്ല. എനിക്ക് അറിയില്ല നമ്മളുടെ ഇനി ഭാവിയിലുള്ള അവസ്ഥ, കാരണം നമ്മൾ ഓഫീസിൽ പോകുന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അന്ന് എൻജോയ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യൂല എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, നിനക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാണ്ടിരിക്കാം. പക്ഷെ നമ്മൾ യൂട്യൂബിലേക്ക് വന്നത് എനിക്കൊണ്ട് എന്റെ ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളൊരു രസത്തിന് വേണ്ടി വന്നതാണെങ്കിലും അത് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ആ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഫാമിലിയും ഒക്കെ മാനേജ് ചെയ്ത് പോവാം. ഫാമിലി മാനേജ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റീവ് ആണ്, നമ്മൾ എന്നും ആ ഒരു റുട്ടീൻ അല്ല. അതൊക്കെ ഒരു രസമല്ലേ, പല ദിവസം പല കണ്ടന്റ്, പല കാര്യങ്ങൾ, പല സീരീസ്. അതെ, ശരിക്കും പറഞ്ഞാല് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇതാല്ലേ. അത് പറഞ്ഞപ്പോൾ ഐശ്വര്യച്ചിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണുള്ളത്. ഹസ്ബൻഡ് മാത്രല്ല, ഈവൻ മദർ ഇൻ ലോ ആണെങ്കിൽ, അതായത് ഇപ്പൊ 2 ഫാമിലി ആണെങ്കിലും ഇപ്പൊ ഞാൻ വ്ളോഗ് കാണുന്നോണ്ടാണ് പറയുന്നത്, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ശരിക്കും അങ്ങനെ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ. അതെ, ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ബേബി ഉണ്ട്, ചെറിയ മോളുണ്ട്. ഇപ്പൊ എന്റെ എന്റെ അമ്മയാണ് കേട്ടോ. എന്റെ മദറിലോ ഫാദറിലോ ഇവിടെയാണ്. ബട്ട് ഇവിടെ ആയിരുന്ന സമയത്തും എനിക്ക് കോവിഡ് ടൈമിലൊക്കെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പൊ ഭയങ്കര സപ്പോർട്ട്. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമുക്ക് ചെയ്യാം. ക്രിയേറ്റീവ് ഫീൽഡ്, എന്റെ മദറിലോന് ക്രിയേറ്റീവ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആർട്ട്, ഡാൻസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ക്രിയേറ്റീവ് അല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അന്നും ഇന്നും എന്നും. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ ഒരു 4-5 ഡേയ്സിലത്തേക്കാണ് വന്നേക്കുന്നത്. അത് പിള്ളേരെ 2 വീട്ടിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് എന്റെ അമ്മയും ഹസ്ബൻഡും കൂടി മാനേജ് ചെയ്ത് പോകുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തിനും ഇവരെ കൊണ്ടുനടക്കണ്ടേ ഓരോ പ്രാവശ്യം. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റും. അവരും ഇപ്പൊ ഇതിനോട് സെറ്റ് ആയല്ലേ, മക്കളാണെങ്കിലും. തനിഷ്ക കുട്ടി ഓരോ ഷോർട്സിലൊക്കെ വരുന്നത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നേ, അവളാണെങ്കിൽ പറയുന്നതൊക്കെ കറക്റ്റ് അതുപോലെ ചെയ്യുമല്ലേ. അവള് ക്വിക്ക് ലേണർ ആണ്. അവൾക്കാണെങ്കിൽ ഇതിനോട് താല്പര്യമുണ്ട്. മോൻ ഒരു പ്രായം വരെ അവൻ വരുമായിരുന്നു ബ്ലോഗ്സിലൊക്കെ, വേറെ ഒന്നിനും വരില്ല. പക്ഷെ അവന്റെ അച്ഛന്റെ ട്രേറ്റ്സ് കാണിച്ചു തുടങ്ങിയപ്പോ. പക്ഷെ വരാത്ത ഒരാളുണ്ട്, കിരൺ, അതായത് ഹസ്ബൻഡ്. നമുക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ സംസാരിക്കരുത്. പക്ഷെ പുള്ളിനെ കുറെ ആൾക്കാർ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നേ, എന്തിനാണ് ഈ റൂഡ് മനുഷ്യനെ പിടിച്ച് നിങ്ങൾ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ആൾക്കാരും കമന്റ് ചെയ്തത്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നില്ലല്ലോ. തിരിച്ച് ചിന്തിക്കാലോ. അപ്പൊ പുള്ളീനെ പോലെയാണ് എന്റെ മോന്. അവർ രണ്ടുപേരും ഇങ്ങനെ ഇത് സോഷ്യൽ മീഡിയ അങ്ങനത്തെ പരിപാടി, ക്യാമറയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിനെ പറ്റി കൂട്ടാണ് എന്റെ ബാബ. അതായത് ഹസ്ബൻഡ് വേറൊരു സൈഡും ചേച്ചി വേറൊരു സൈഡും, രണ്ട് അറ്റത്താണല്ലേ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയില്ല. അപ്പൊ ഞങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും നമ്മുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും എല്ലാം നമ്മൾ ആറ്റോമേറ്റമാണ്. പക്ഷെ എല്ലാത്തിനും സപ്പോർട്ടീവ് ആണ്. എല്ലാത്തിനും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നടക്കില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ട് വേണം. അത് വേണം.
അല്ല നടക്കൂല. എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്നറിയോ, PR-നെ കുറിച്ചിട്ടാണ്. PR-നെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം യൂട്യൂബേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഈ PR വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ നല്ലതല്ലെങ്കിലും നല്ലതാന്ന് പറയും. കാരണം പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആണല്ലോ, നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ. പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അല്ല, അല്ല എന്നാലും ഓൾമോസ്റ്റ് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും അവര് നല്ലതല്ലെങ്കിലും നല്ലതാണേ പറയുള്ളൂ. എനിക്കും അങ്ങനെ കമന്റ് വരാറുണ്ട്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമാണ്. നമ്മൾ ഇപ്പൊ ഞാൻ എന്തോരം ഒരു 50+ ബ്രാൻഡ്സിന്റെ കൂടെ എന്തൊക്കെയാണെങ്കിലും ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വി ഹാവ് ദ ലിബർട്ടി ടു സേ നോ, നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ. മനസ്സിലായി? ഇപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമായില്ല, നമുക്ക് ഇഷ്ടമായില്ല. റിവ്യൂ, ദേ ആസ്ക് ഫോർ റിവ്യൂസ്. മിക്ക ബ്രാൻഡ്സും നമ്മുടെ കൊളാബറേഷൻ കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ആസ്ക് ഫോർ റിവ്യൂസ്. നമ്മൾ ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. ടെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ വി ക്യാൻ ബാക്ക് ഔട്ട്. നമ്മളാരും ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾ ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാല് എല്ലാവരും ഒരേ ടൈമിലാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാരും അങ്ങനെ ആയിരിക്കണം തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് വന്നു. അപ്പൊ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ബ്രാൻഡിന്റെ ഉദ്ദേശം എന്താ? മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. സോ അവര് മാക്സിമം ക്രിയേറ്റേഴ്സിനെ കൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യും. അതാണ്. അപ്പൊ ഈ ബ്രാൻഡ്സിന്റെ ഒക്കെ ഈ നമ്മുടെ ഈ എന്താ പറയാ ക്യാമ്പയിൻ ഡേറ്റ് എന്ന് പറയുന്നത് 15-ാം തീയതിക്കുള്ളിലായിരിക്കും മാസത്തിന്റെ. അപ്പൊ എല്ലാവർക്കും വി ആർ ഫോഴ്സ് ടു അപ്ലോഡ് അതിന് മുന്നേ. അതാണ് അതിന്റെ ടൈം. അത് തന്നെ നമ്മൾ അത് എന്താ പറയും, നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പോകും. ആ ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ നമ്മള് ഒന്നെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറും, അല്ലെങ്കിൽ അത് അങ്ങനെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് അവര് പക്ഷെ മിക്ക ബ്രാൻഡ്സും പ്രീവിയസ് മന്ത് ലാസ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് അയച്ചു തരും. നമുക്ക് അത്രയും സമയം സ്ക്രിപ്റ്റ് ഒക്കെ തരും നമുക്ക് ഇന്നതുപോലെ പറയണം അങ്ങനെയൊക്കെ. ചില ബ്രാൻഡ്സ് തരും, ചില ബ്രാൻഡ്സ് തരില്ല. ചില ബ്രാൻഡ്സ് എല്ലാം അതായത് ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ ബ്രാൻഡ് പോയിന്റേഴ്സ് ഉണ്ടാവും. അതായത് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ബ്രാൻഡിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റേഴ്സ് അത് ആഡ് ചെയ്യണം. ചില ബ്രാൻഡ്സിന് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ചിലത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലത് നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. അതാണ് എനിക്കിഷ്ടം. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഒരു ക്രിയേറ്റീവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ എല്ലാ ബ്രാൻഡ്സും അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ കുറച്ച് ബ്രാൻഡ്സ് ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്? ഈ കോസ്മെറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്ത എന്തെങ്കിലും അതായത് PR വർക്ക് കിട്ടിയിട്ടുണ്ട്? അതായത് നമ്മളിങ്ങനെ ഇന്ന ബ്രാൻഡ് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കിട്ടി, അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഈ ഫേസസ് കാനഡ എന്ന ബ്രാൻഡ് ഞാൻ എന്റെ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്തതാണ്. അപ്പൊ അവരുടെ ബ്രാൻഡ് കൊളാബറേഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മെയ്ബിലിൻ, ലോറിയൽ, നൈക്കൊക്കെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണായിരുന്നു. മാക്കുണ്ട്. പക്ഷെ മാക്ക് അങ്ങനെ ഞാൻ റെഗുലർ മാക്കിന്റെ ഭയങ്കര ഫാനോ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് അവരുടെ സെലക്ടഡ് പ്രൊഡക്ട്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ മാക്ക് ഐ വാസ് നോട്ട് ലൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നൈക്ക എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നൈക്ക വന്നിരുന്നെങ്കിൽ നൈക്ക വന്നിട്ട് എന്റെ അമ്മ ചോദിക്കുന്നു നൈക്കിന് വന്നില്ലല്ലോ ഈ മാസം, അങ്ങനെ പറയുന്നു. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. അപ്പൊ നൈക്ക ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ട് വന്നതാണ്. മെയ്ബിലിൻ, ലോറിയൽ സ്റ്റിൽ ഐ എം വർക്കിംഗ്. അവരുടെ കൊണ്ട് ഒരു 4 കൊല്ലം കേട്ടോ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണത്. ലോറിയൽ ആയിട്ട്, നോട്ട് മെയ്ബിലിൻ.